ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്പർ സിസ്റ്റത്തിനെ പറ്റിയായിരുന്നു അല്ലേ. പല ടൈപ്സിലുള്ള നമ്പർ സിസ്റ്റം നമ്മൾ നോക്കി. മെയിനായിട്ട് നമ്പർ സിസ്റ്റം എത്ര ടൈപ്പ് നമ്മൾ പഠിച്ചു? 3 ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പഠിച്ചത് ഡെസിമൽ നമ്പർ സിസ്റ്റം, രണ്ടാമത് പഠിച്ചത് ബൈനറി നമ്പർ സിസ്റ്റം, മൂന്നാമത് പഠിച്ചത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ആക്ച്വലി ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 വരുന്നത്. ദെൻ ഡെസിമലിൻ്റെ കാര്യം വരുന്ന സമയത്ത് അവിടെ 10 ബേസ് വരും. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ 16 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ബൈനറി ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ്. ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ബൈനറി മീൻസ് ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2, അതിൻ്റെ അകത്തുള്ള ഡിജിറ്റ്സ് എന്തൊക്കെ മാത്രമേ കാണത്തുള്ളൂ? 1ഉം 0ഉം മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 10 ബേസ് അല്ലെങ്കിൽ റാഡിക്സ് രണ്ടാലും ശരിയാണ്. ബേസ് 10. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് വെച്ചാൽ എന്താണ്? 2. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 101.75 101.75 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 101 ഈ പോയിന്റിന്റെ ഇപ്പുറത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. പോയിന്റിന് മുന്നേ ഉള്ള ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റീജർ പാർട്ട്. പോയിന്റ് കഴിഞ്ഞുള്ള പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഓരോ സ്റ്റെപ്പ് വൈസായിട്ട് ഫസ്റ്റ് എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിളിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നില്ലെന്ന് ഞാൻ സ്റ്റെപ്പ് എഴുതത്തില്ല, ഡയറക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഈ ഫസ്റ്റ് എക്സാമ്പിൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ടെലിഗ്രാമിലെ ഡൗട്ട് ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് അതിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റെപ്പ് വൺ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ആ ഇൻറ്റീജർ പാർട്ടിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മളത് 2 സ്റ്റെപ്പായിട്ട് ആക്ച്വലി ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇൻറ്റീജർ പാർട്ടിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ഫ്രാക്ഷണൽ പാർട്ടിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. രണ്ടും 2 രീതിയിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത്, ഈ 101നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അതിൻ്റെ കാരണം എന്താണ്? ആക്ച്വലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്താണ്? 2. അതുകൊണ്ടാണ് ഈ നമുക്ക് ബൈനറിയിലുള്ള കൺവേർട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റീജറിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 101നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. നിങ്ങൾ ചെയ്യാനുള്ളത്, തൊട്ട് താഴെ 50 എന്ന് എഴുതുക. അവിടെ കിട്ടിയ റിമൈൻഡർ 1 ഇവിടെ എഴുതുക. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ 2നെ 50 കൊണ്ട് ഭാഗിക്കുക. 50നെ 2 കൊണ്ട് ഭാഗിക്കുക. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 കിട്ടും. അവിടെ എന്ത് കാണത്തില്ല? റിമൈൻഡർ കാണത്തില്ല. റിമൈൻഡർ ഇല്ലെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. ഇവിടെ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ കിട്ടിയ 25നെ വീണ്ടും എന്തുകൊണ്ട് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ 12 എന്നും കിട്ടും. താഴെ റിമൈൻഡർ എത്രയെന്നും കിട്ടും? 1 എന്ന് കിട്ടും. റിമൈൻഡർ 1 കൊടുക്കുക. താഴെ 12 എന്ന് എഴുതുക. ഓക്കെ, ദെൻ ഈ 12നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുമല്ലോ. പോകുമ്പോൾ അവിടെ എന്ത് വരത്തില്ല? റിമൈൻഡർ വരത്തില്ല. റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് 12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഇവിടെ റിമൈൻഡർ 0 കിട്ടി. ഈ 6നെ വീണ്ടും എന്ത് ചെയ്യുക? 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻസർ 3 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അവിടെ റിമൈൻഡർ ഒന്നും വരത്തില്ല. അവിടുത്തെ റിമൈൻഡർ എന്താണ്? 0 നെക്സ്റ്റ് 3നെ വീണ്ടും എന്ത് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും അല്ലേ. റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ഓക്കെ, റിമൈൻഡർ 1 കിട്ടും. നമുക്ക് ആൻസർ അവിടെ 1 വരും. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 1 2 2 3 2 പോയ 1 റിമൈൻഡർ. മേളിലെ ആൻസർ 1 കിട്ടി. ആ 1 ഇവിടെ എഴുതുക. ഓക്കെ, ഈ ഒരു 1നെ വീണ്ടും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുക? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും.
സോ അവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ ഈ ഒരു 0 എടുക്കേണ്ട ആവശ്യം ആക്ച്വലി വരുന്നില്ല. നമ്മൾ എവിടെ തൊട്ട് എടുത്താൽ മതി, ഈ 1 വെച്ച് നമുക്ക് ഈ 1 ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ ഈ റിമൈൻഡേഴ്സ് ആണ് നമ്മൾ ആക്ച്വലി ബൈനറിയുടെ ടേംസ് ആയിട്ട് എഴുതാനുള്ളത്. ഈ റിമൈൻഡേഴ്സിനെ ഞാൻ ഇവിടെ ചുവന്ന സർക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റിമൈൻഡേഴ്സിനെ നമ്മൾ എഴുതുന്ന രീതിയുണ്ട്. നമ്മൾ മുകളിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യാനുള്ള എഴുതി. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? ബോട്ടം ടു ടോപ്പാണ് നമ്മൾ എഴുതാനുള്ളത്. സോ അതിൻ്റെ ഓർഡർ എങ്ങനെ വരും? നമുക്ക് കിട്ടിയ ആ ഒരു റിമൈൻഡേഴ്സിൻ്റെ ബൈനറി നമ്പറിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 1 1 0 0 1 0 1 ആണ് എന്തിൻ്റെ ബൈനറി എന്ന് പറയുന്നത്? ആക്ച്വലി ഈ 101 എന്ന് പറയുന്ന ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഇത് വായിക്കാനുള്ളത്? ബോട്ടം ടു ടോപ്പാണ് വായിക്കാനുള്ളത്. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് റീഡിങ് ഫ്രം ബോട്ടം ടു ടോപ്പ്. താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 101 എന്ന് പറഞ്ഞ ഇൻറ്റീജറിൻ്റെ ഡെസിമൽ. സോ ഇവിടെ 101 എന്ന് ഇട്ടിട്ട് താഴെ 10 എന്ന് ഇട്ടേക്കുന്നത് അതിൻ്റെ ബേസ് ആണ്. ഇസിക്കൽ ടു എന്തെന്ന് കിട്ടും? 11000101 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ആ ഇൻറ്റീജർ പാർട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത്, നമുക്ക് വേറെ ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. ആക്ച്വലി എന്തും കൂടെ കണ്ടുപിടിക്കണം, ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ബൈനറിയും കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.75 ആണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കൺവേർട്ട് ദ ഫ്രാക്ഷണൽ പാർട്ട് 0.75 ടു ബൈനറി. ഫ്രാക്ഷണൽ പാർട്ടായിട്ടുള്ള 0.75നെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അവിടെ നമ്മൾ ചെയ്യാനുള്ള, നേരത്തെ നമ്മൾ ഇൻറ്റീജർ പാർട്ടിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്തിട്ടാണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന സമയത്ത് 2 വെച്ച് ഡിവൈഡ് അല്ല ചെയ്യാനുള്ളത്, 2 വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ഏതാണോ അതെടുത്ത് എഴുതുക. അതിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.50 ആയിരിക്കും. 1.50 കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ റിമൈൻഡറാണ് എടുത്തെങ്കിൽ ഇവിടുത്തെ ഈ ഒരു നമ്പറാണ് നമ്മൾ എന്തായിട്ട് എടുക്കാനുള്ളത്? നമ്മളെ ബൈനറി നമ്പറായിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. സോ ആൻസറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ MSB എന്ന് പറയാൻ പറ്റും. MSB ആയിട്ടുള്ള 1നെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. സോ നമുക്ക് 0.75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1.50 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. സോ നമ്മളിവിടെ മാർക്ക് ചെയ്യാനുള്ളത് 1ൻ്റെ എന്താണ്? ആ ഒരു നമ്പറിൻ്റെ ഇൻറ്റീജർ പാർട്ടാണ്. സോ 1 നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എടുക്കാനുള്ളത് ഈ 1 എടുക്കാൻ നിൽക്കല്. ആ 1ന് പകരം എന്ത് ചെയ്യാൻ എടുക്കാനുള്ളത്? 0.50 എടുക്കുക. 0.50 എടുത്തിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 0.50 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 1 ആയിരിക്കും കിട്ടുന്നുണ്ടെങ്കിൽ 0.50 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഈ 1 എടുക്കാൻ നിൽക്കല്. ഈ ഇൻറ്റീജർ നമ്മൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് 1 എടുക്കാൻ നിൽക്കല്. 1ന് പകരം എന്ത് ചെയ്യുക? 0.00 എടുത്ത് എന്തിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുക? 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 0 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 0 എടുക്കും. സോ 0 കിട്ടുന്ന സമയത്ത്, ഇൻറ്റീജർ പാർട്ടിൽ 0 കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി എഴുതാൻ നേരത്തെ എന്താ ചെയ്തേ? ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടെ റീഡ് ചെയ്തേ. പക്ഷേ ഫ്രാക്ഷൻ പാർട്ട് വരുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യാനുള്ളത് ടോപ്പ് ടു ബോട്ടം ആണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫോർ ഫ്രാക്ഷൻസ് വി റീഡ് ഇൻറ്റീജേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വായിക്കുമ്പോൾ 0.75ൻ്റെ ബൈനറി എങ്ങനെ വരുന്നുണ്ടായിരിക്കുക? 110 എന്ന് വരും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫ്രാക്ഷൻ പാർട്ടിൻ്റെ ബൈനറി എഴുതുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 ഇൻറ്റീജർ പാർട്ടെങ്കിലും എഴുതണം. ഈ 0 അവസാനം എഴുതിയെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ 0.75 എന്ന് പറയുന്ന ആ ഒരു ഡെസിമൽ നമ്പർ ബേസ് എത്രയാണ്? 10 ആണ്. അതിനെ ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തെന്ന് വന്നു? 110 എന്ന് വന്നു. 110 അതൊരു ബൈനറി നമ്പർ സിസ്റ്റം കൊണ്ട് തന്നെ ബേസ് എത്ര വരും? 2 വരും. അതാണ് ബ്രാക്കറ്റിൻ്റെ താഴെ 2 എഴുതിയിരിക്കുന്നത്. സോ ടോട്ടലി അവസാനം നമുക്ക് എന്തെന്ന് വരും? 101ൻ്റെ വാല്യൂ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 101ൻ്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 1100101 ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
1102 ആയിരിക്കും. സോ ബേസ് എന്ത് വരും? 2 വരും. ഇതാണ് ഈ ഒരു 101.75ൻ്റെ ബൈനറി നമ്പർ സിസ്റ്റം എഴുതുന്ന രീതി എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ വൃത്തിക്ക് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 512.125 എന്തിലോട്ട് മാറ്റണം? ബൈനറിയിലോട്ട് മാറ്റണം. സോ നമ്മളിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 512 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇൻറ്റീജർ പാർട്ടാണ്. 125 അല്ല, 0.125. 0.125 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന് എന്ത് പാർട്ടാണ്? ഫ്രാക്ഷണൽ പാർട്ടാണ് വരുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഇൻറ്റീജർ പാർട്ടായിട്ടുള്ള 512 ആണ്. അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാനുള്ളത്? 512നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള കാര്യം എന്താണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. സോ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 512നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. 256 എന്ന് പറയുന്നത് നമുക്ക് 512നെ 2 വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അവിടെ റിമൈൻഡർ എന്ത് വരത്തില്ല? ഒന്നും വരത്തില്ല. സോ റിമൈൻഡർ എന്താണ് വരുന്നത്? 0 വരുന്നുണ്ടായിരിക്കുക. സോ 256നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 128 എന്ന് കിട്ടും. റിമൈൻഡർ 0 കിട്ടുന്നത്. 128നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64 കിട്ടും. സോ റിമൈൻഡർ അവിടെയും 0 കിട്ടുന്നത്. 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടും. സോ അവിടെ റിമൈൻഡർ 0 കിട്ടും. വീണ്ടും 32നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം വീണ്ടും റിമൈൻഡർ 0 കിട്ടും. 16 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. 16ൻ്റെ പകുതി 8 തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അവിടെ റിമൈൻഡർ 0. 8ൻ്റെ പകുതി 4, റിമൈൻഡർ 0 വന്നു. 4ൻ്റെ പകുതി 2, റിമൈൻഡർ 0 വന്നു. 2ൻ്റെ പകുതി 1 കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. നമുക്കറിയാം ഇൻറ്റീജർ പാർട്ടിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിമൈൻഡേഴ്സിനെ എടുക്കേണ്ട രീതി എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണോ? ബോട്ടം ടു ടോപ്പ് ആണോ? ബോട്ടത്തിൽ നിന്ന് എങ്ങോട്ടാണ് മെഷർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാറുള്ളത്? ടോപ്പിലോട്ടാണ്. സോ നമ്മൾ എങ്ങനെ വരും? നമുക്ക് ഈ ഒരു 512 എന്ന് പറഞ്ഞ ഇൻറ്റീജറിൻ്റെ ഒരു ബൈനറി സിസ്റ്റത്തിൽ എഴുതുമ്പോൾ എങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കുക? 1 0 0 0 0 0 0 0 0 0 എന്ന് വരും. മൊത്തം 9 സീറോസ് വരും. സോ 512 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് 10 1 ഇട്ടിട്ട് എന്ത് ചെയ്യുക? 9 0 കൊടുക്കുക. ബൈനറിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് എന്ത് വരും? 2 വരും. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൻ്റെ താഴെ 2 കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇൻറ്റീജർ പാർട്ടിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 512ൻ്റെ വാല്യൂ കിട്ടി. സോ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ പാർട്ടിൽ 0.125 ആണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. അതിന് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക? നമുക്കറിയാം ഇൻറ്റീജർ പാർട്ടിൽ ഡിവിഷനും ഫ്രാക്ഷണൽ പാർട്ടിൽ മൾട്ടിപ്ലിക്കേഷനുമാണ് വരുന്നത്. 0.125ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 0.25 എന്ന് കിട്ടും. ഈ 0.25 എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഇൻറ്റീജർ പാർട്ടിൽ 0 ആണ് വരുന്നത്. ഓക്കെ, 0 ആണ് വരുന്നത്. 0 വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? 0.25 എടുക്കേണ്ടി വരും. സോ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ നമുക്കറിയാം. ഫ്രാക്ഷണൽ പാർട്ടിൽ നമ്മൾ എടുക്കേണ്ട ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റീജറിൽ വരുന്ന ആൾക്കാരാണ്. സോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. 0.25 × 2 = എന്തായിട്ട് വരും? 0.25ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.50 മാർക്ക് ചെയ്തു. ഇൻറ്റീജർ പാർട്ടിൽ വീണ്ടും 0 വന്നു, അതിന് മാർക്ക് ചെയ്യുക. ദെൻ അതേ 0.50നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.00 എന്ന് കിട്ടും. 1.00ലെ 1 ഇൻറ്റീജർ പാർട്ടിൽ മാർക്ക് ചെയ്യുക. ദെൻ ഈ 1.00ലെ 1 മാറ്റിയിട്ട് ഈ 1ന് പകരം 0.00 കൊടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. സോ ആൻസർ എന്ത് തന്നെ വരും? 0 തന്നെ വരും. 0.0 എന്ന് വരും. 0.0 കിട്ടിയാൽ അപ്പം സ്റ്റോപ്പ് ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തെ? മുകളിൽ നിന്ന് താഴെ ടോപ്പ് ടു ബോട്ടം ആണ് കൗണ്ട് ചെയ്യാനുള്ളത്. സോ ഈ ഒരു 0.125 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ബൈനറി എങ്ങനെ വരും? എങ്ങനെ കൗണ്ട് ചെയ്യാനുള്ളത്? 0 0 1 0 എന്ന് വരും. സോ 0.125 ബേസ് 10 = 0010 എന്ന് വരും. നമുക്ക് എന്ത് ബൈനറി സിസ്റ്റത്തിൽ എഴുതുന്ന സമയത്ത്. സോ ടോട്ടൽ അവസാനം ഫുൾ നമ്പറിൻ്റെ എങ്ങനെ എഴുതാൻ പറ്റും? 512.125 ബേസ് 10 = എന്ത് വരും? 1 ഇട്ടിട്ട് 9 0 കൊടുക്കുക, 0.0010 എന്ന് വരും.
ബേസ് എന്ത് വരും? 2 വരും. ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് സോൾവ് ചെയ്യാനുള്ളത്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്? ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഒരു ചെറിയൊരു ഡെസിമൽ പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് വരാത്ത ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. സോ ഈ എക്സാമ്പിളിനകത്ത് പറയുന്നത് 64 എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 32 എന്ന് പറയുന്നത്. 32 കിട്ടുമ്പോൾ നമുക്ക് അവിടെ റിമൈൻഡർ എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? 0 കിട്ടുന്നുണ്ടായിരിക്കുക. അടുത്ത 32ന്റെ പകുതി എത്ര കിട്ടും? 16 കിട്ടും. അവിടെ റിമൈൻഡർ എന്ത് വരും? 0 വരും. 16ന്റെ പകുതി 8 കിട്ടും. അവിടെ റിമൈൻഡർ 0 വരും. 8ന്റെ പകുതി 4 കിട്ടും. അവിടെ റിമൈൻഡർ 0 വരും. 4ന്റെ പകുതി 2 കിട്ടും, റിമൈൻഡർ 0. 2ന്റെ പകുതി 1 കിട്ടും, റിമൈൻഡർ 0 വരും. സോ 1 കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ എങ്ങനെ റീഡ് ചെയ്യാനുള്ള? ഇവിടെ ഇൻറ്റീജർ പാർട്ട് മാത്രമേ വരുന്നുള്ളൂ, ഫ്രാക്ഷണൽ പാർട്ട് വരുന്നില്ല. സോ ഇൻറ്റീജറിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ 64 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വായിക്കുന്നത്? ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട് വായിക്കണം. സോ 1 0 0 0 0 0 0 എന്ന് വരും. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു മെത്തേഡിലാണ് എങ്ങനെ എന്ത് കൺവേർഷൻ ചെയ്യാനുള്ളത്? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു കൺവേർഷൻ നല്ല മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് കമൻറ്റിൽ കൊടുത്തേക്കുക. ഓക്കെ. സോ ഇത്ര നേരം പഠിപ്പിച്ചത് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.